സ്റ്റിൽ ബർത്ത് എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പ്രസവ സമയത്തോ പ്രസവത്തിന് മുമ്പോ കുഞ്ഞു മരണപ്പെടുന്ന അവസ്ഥയാണ് സ്റ്റിൽ ബർത്ത്. പ്രസവിച്ചതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ കുഞ്ഞു മരണപ്പെടുകയാണെങ്കിൽ അത് സ്റ്റിൽ ബർത്ത് ആയിട്ട് പരിഗണിക്കുകയില്ല. സ്റ്റിൽ ബർത്ത് രേഖപ്പെടുത്തുന്നതിനായിട്ട് ആദ്യം ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗർഭിണികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗർഭിണികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ സ്റ്റിൽ ബർത്ത് രേഖപ്പെടുത്തേണ്ട ഗർഭിണിയുടെ പേരിന് നേരെയുള്ള 3 കുത്തില് തൊടുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും താഴെ കാണുന്ന മിസ്കാരേജ് ഓർ അബോർഷൻ ഓർ സ്റ്റിൽ ബർത്ത് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഗർഭിണിയുടെ പേര്, വയസ്സ്, പ്രഗ്നൻസി മന്ത് തുടങ്ങിയ വിവരങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഗർഭിണിയെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ചൂടായിട്ട് നമുക്ക് 4 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. അതിൽ ഏറ്റവും താഴെയായിട്ട് കാണുന്ന സ്റ്റിൽ ബർത്ത് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ബട്ടൺ ഇതേ രീതിയിൽ പച്ച നിറത്തിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന കോളത്തിൽ ഡെലിവറി ഡേറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. തുടർന്ന് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺഫർമേഷൻ വരും. അതായത് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഗർഭിണിയെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടും എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. തുടർന്ന് മുന്നോട്ട് പോകുന്നതിനായിട്ട് യെസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലൊരു സക്സസ് സ്ക്രീന് കാണാൻ സാധിക്കും. അതിൽ ഗർഭിണിയുടെ പേരും അതുപോലെ തന്നെ ഡെലിവറിയുടെ ഡേറ്റ് തുടങ്ങിയ വിവരങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും താഴെയായിട്ട് ഗോ ടു ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന റിഫ്രഷ് ബട്ടണിൽ 1-2 തവണ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രഗ്നന്റ് വുമന്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഗർഭിണിയെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.